നമസ്കാരം. ഇന്നലെ വൈകിട്ട് 5 മണിയോടെ ഭാരതവും പാകിസ്ഥാനും ഇടയിൽ സീസ് ഫയർ നിലവിൽ വന്നു. ഈ സീസ് ഫയറിലെ കണ്ടീഷൻസ് എന്തൊക്കെയായിരിക്കണമെന്ന് രണ്ട് കക്ഷികളും ചേർന്ന് മെയ് 12-ന് ചർച്ച ചെയ്ത് തീരുമാനിക്കണം. എന്റെ വീഡിയോയിലെ വിഷയം സീസ് ഫയർ കണ്ടീഷൻസ് അല്ല. ഞാൻ ഈ വീഡിയോയിൽ പറയുവാൻ ഉദ്ദേശിക്കുന്നത് ഏപ്രിൽ 22-ന് ശേഷം, ഈ പഹൽഗാമിലെ നിഷ്ഠൂരമായ കൊലപാതകത്തിന് ശേഷം നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ഭാരതത്തിൽ പൊതുവെയും നടന്ന സംഭവങ്ങളെ ആസ്പദമാക്കിയുള്ള കുറച്ച് നിരീക്ഷണങ്ങളാണ്. 1980 മുതൽ പാകിസ്ഥാൻ ക്രോസ് ബോർഡർ ടെററിസം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പാകിസ്ഥാന്റെ ക്രോസ് ബോർഡർ ടെററിസത്തിന്റെ ഏറ്റവും വലിയൊരു വിക്ടിമാണ് ഭാരതം. കഴിഞ്ഞ 40 കൊല്ലത്തിനിടയിൽ ഏതാണ്ട് ഒരു 10,000-ലധികം സാധാരണ ജനങ്ങൾ പാകിസ്ഥാൻ ടെററിസം മൂലം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല 1990-കളിൽ ഏതാണ്ട് 4.5 ലക്ഷം കാശ്മീരി പണ്ഡിറ്റുകൾ അവരുടെ സ്വന്തം വീടും നാടും ഉപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അവരിന്ന് ഭാരതത്തിന്റെ പല ഭാഗങ്ങളിലും അഭയാർത്ഥികളായിട്ട് കഴിയുകയാണ്. ഇത്രയൊക്കെ സംഭവിച്ചിട്ട് നമ്മൾ ഒന്നും ചെയ്തില്ല. നമ്മൾ പൊതുവെ ഒരു സമാധാന പ്രിയമായ രാജ്യമായിട്ടാണ് അറിയപ്പെടുന്നത്. നമ്മൾ പ്രതികരിച്ചില്ല. മാത്രമല്ല, നിങ്ങൾ 26/11 നടന്ന മുംബൈ അറ്റാക്കിനെ കുറിച്ച് നോക്കൂ. പാകിസ്ഥാനിൽ നിന്നും 5-6 തീവ്രവാദികൾ മുംബൈയിലെത്തി. അവിടെ റോഡിൽ കണ്ട സകല മനുഷ്യരെ ഇവർ വെടിവെച്ചു കൊന്നു. അതില് ഫോറിൻ നാഷണൽസും ഉണ്ടായിരുന്നു. ഏതാണ്ട് 100-ലധികം ആൾക്കാർ അന്ന് അവിടെ കൊല്ലപ്പെട്ടു. നമ്മൾ പ്രതികരിച്ചില്ല. നമ്മളിങ്ങനെ രാമനാമവും സമാധാനവും ഒക്കെ പറഞ്ഞ് കഴിഞ്ഞുകൂടി. ഒരു രാജ്യം ദുർബലമാണോ അതോ ശക്തമാണോ എന്ന് തീരുമാനിക്കുന്നത് ആ രാജ്യം നേരിടുന്ന ഓരോ സിറ്റുവേഷനോടും അതെങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നോക്കിയാണ്. 1980 മുതലുള്ള പാകിസ്ഥാനിൽ നിന്നുള്ള ക്രോസ് ബോർഡർ ടെററിസത്തിന്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ നാം അതിനോട് കാര്യമായിട്ട് പ്രതികരിച്ചിട്ടില്ല. 2014-ന് മുൻപ് ഇസ്ലാമിക തീവ്രവാദത്തിനോട് നാം പ്രതികരിച്ചത് ഒരേ ഒരു പ്രാവശ്യമാണ്, കാര്യമായിട്ട് കാർഗിൽ യുദ്ധം. എന്നാൽ 2014-ന് ശേഷം നാം പ്രതികരിക്കുവാൻ തുടങ്ങി. അത് ഉറിയിലാണെങ്കിലും പത്താൻകോട്ടിലാണെങ്കിലും പഹൽഗാമിലാണെങ്കിലും നാം പ്രതികരിച്ചു. ഇന്ന് ലോകത്തിലെ ഒരു രാജ്യവും നമ്മളെ ദുർബല രാജ്യമെന്ന് വിളിക്കില്ല. കാരണം ലോകത്തിനറിയാം നമ്മൾ പ്രതികരിക്കുമെന്ന്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യനെ കൊന്നു തള്ളിയ 2 ആശയങ്ങളാണ് ഇസ്ലാമിക ടെററിസവും കമ്മ്യൂണിസവും. നിർഭാഗ്യവശാൽ ഭാരതം ഈ 2 ചെകുത്താന്മാർക്കും ഇടയിലാണ്. നിർഭാഗ്യവശാൽ ഈ 2 ആശയങ്ങൾക്കും ഭാരതത്തിനുള്ളിൽ തന്നെ സപ്പോർട്ടുമുണ്ട്. ഇതില് ഇസ്ലാമിക തീവ്രവാദത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അവർക്ക് യുദ്ധ നിയമങ്ങൾ ബാധകമല്ല, സാധാരണ മനുഷ്യ നിയമങ്ങൾ ബാധകമല്ല. അവരുടെ നിയമങ്ങൾ മറ്റെന്തൊക്കെയാണ്. അതുകൊണ്ട് പാകിസ്ഥാൻ വെടിനിർത്തി എന്ന് കരുതി അവരെ വിശ്വസിക്കരുത്. ആ ചെന്നായ്ക്കളെ വിശ്വസിക്കരുത്. ഗസ്നിയും ഗോറിയും മുതൽ നമ്മൾ ഈ ചതി കാണുന്നതാണ്. പാകിസ്ഥാൻ ഇന്ന് വെടിനിർത്തലിന് വേണ്ടി ഭാരതത്തിനെ സമീപിച്ച പോലെ 16 പ്രാവശ്യം പരാജയപ്പെട്ട ഗോറിക്ക് പൃഥ്വിരാജ് മാപ്പ് നൽകി. പൃഥ്വിരാജ് പിടിച്ചെടുത്തതെല്ലാം തിരിച്ചു കൊടുത്തു, മാപ്പും കൊടുത്ത് പറഞ്ഞു വിട്ടു. അയാള് വീണ്ടും വന്നു. 17ാമത്തെ പ്രാവശ്യം ചതിയിലൂടെ പൃഥ്വിരാജിനെ പരാജയപ്പെടുത്തി. അദ്ദേഹത്തിന്റെ കണ്ണുകൾ ചൂഴ്ന്നെടുത്തു. അതുകൊണ്ട് കരുതിയിരിക്കുക, പാകിസ്ഥാനെ വിശ്വസിക്കരുത്. ഈ ചെന്നായ്ക്കളെ വിശ്വസിക്കരുത്. അവരുടെ ചരിത്രം, അവരുടെ സംസ്കാരം, അവരുടെ നിയമങ്ങൾ മറ്റൊന്നാണ്. അതേപോലെ നമ്മൾ ഭയപ്പെടേണ്ട അല്ലെങ്കിൽ സൂക്ഷിക്കേണ്ട മറ്റൊരു വർഗമുണ്ട്, നമ്മുടെ നാട്ടിലെ കോൺഗ്രസ്സുകാർ. ഇവരെയും സൂക്ഷിക്കണം. കാരണം ഈ പഹൽഗാം സംഭവത്തിന് ശേഷം നമ്മുടെ നാട്ടിലെ കോൺഗ്രസ്സുകാർ നടത്തിയ പ്രസ്താവനകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. എത്ര രാജ്യദ്രോഹപരമായ പ്രസ്താവനകളാണ് അവര് പുറത്തിറക്കുന്നത്. കർണാടകത്തിലെ ഒരു മന്ത്രി അയാള് പറയുകയാണ്, പാകിസ്ഥാൻ BJPക്ക് ശത്രുരാജ്യമായിരിക്കും, പക്ഷേ ഞങ്ങൾക്കല്ല. എത്ര നികൃഷ്ടമായ, എത്ര നിഷ്ഠൂരമായ സ്റ്റേറ്റ്മെന്റുകളാണ് ഇവര് പുറത്തിറക്കുന്നത്. നിങ്ങൾ റോബർട്ട് വദ്ര പറഞ്ഞത് കേട്ടോ, പ്രിയങ്ക ഗാന്ധിയുടെ കെട്ടിയൻ. അയാൾ പറയുന്നത് ഭാരതത്തിലെ മുസ്ലിങ്ങളെ ഇവിടുത്തെ ഗവൺമെന്റ് പീഡിപ്പിക്കുന്നത് കൊണ്ടാണ് തീവ്രവാദികൾ വന്ന് ഹിന്ദുക്കളെ കൊന്നതെന്ന്. എന്നാൽ ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഒരു വലിയ മാറ്റം നമ്മൾ കാണുന്നു.
ഇപ്പൊ എന്നെപ്പോലുള്ളവർ ഇടുന്ന വീഡിയോയുടെ അടിയിൽ വന്ന് തന്തയ്ക്ക് വിളിക്കുന്ന ഇവിടുത്തെ ജിഹാദി കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റുകാർ ആരും അത് ചെയ്യുന്നില്ല. ഇവരൊക്കെ ഒരു ദിവസം പെട്ടെന്ന് അപ്രത്യക്ഷമായി. പിന്നെ ഓവർനൈറ്റ് ഇവരെല്ലാം വലിയ രാജ്യസ്നേഹികളായിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നത്. അവരെയും വിശ്വസിക്കരുത്, ഒട്ടും വിശ്വസിക്കരുത്. കാരണം ഇന്ത്യൻ ആർമിയെ ബലാത്സംഗ വീരന്മാരെന്ന് വിളിച്ചവരാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാര്. ഒരു കാരണവശാലും ഇവരെ വിശ്വസിക്കരുത്. ഇവരത് തന്നെ തുടരും. നമ്മുടെ രാജ്യം ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ രാജ്യത്തിനൊപ്പം നിൽക്കേണ്ട കടമ പ്രതിപക്ഷത്തിനുണ്ട്, ഇല്ലേ? അവർക്കും ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. യുദ്ധം തുടങ്ങിക്കഴിഞ്ഞപ്പം ഇവര് ഗവൺമെന്റിന്റെ കൂടാണ്, ഗവൺമെന്റിനൊപ്പമാണ്, ആർമിയുടെ കൂടാണ്, മോഡിയുടെ കൂടാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? ഇവർ എക്സ്റ്റംപോറായിട്ട് ഇവർ സംസാരിക്കും. ഈ പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കന്മാര് അന്നേരം വരുന്നത് മുഴുവൻ പാകിസ്ഥാൻ അനുകൂല അല്ലെങ്കിൽ ചൈനീസ് അനുകൂല നിലപാടുകളാണ്. കോൺഗ്രസ് പാർട്ടി ഗവൺമെന്റ് അനുകൂലമാണ്, മോഡിക്ക് അനുകൂലമാണെന്നൊക്കെ പറഞ്ഞ് പ്രമേയം പാസാക്കും. പക്ഷേ ഈ എക്സ്റ്റംബറായിട്ട് പറയുന്ന സ്റ്റേറ്റ്മെന്റിലാണ് ഇവരുടെ യഥാർത്ഥ സ്വഭാവം. അതുകൊണ്ട് കരുതിയിരിക്കുക, ഇവരെ വിശ്വസിക്കരുത്. ഒരു സിമ്പിൾ ഉദാഹരണം, നിങ്ങൾ രാഹുൽ ഗാന്ധിയുടെ കാര്യം എടുത്തു നോക്കൂ. ഇയാള് ഭാരതത്തിന് വെളിയിൽ എപ്പോഴൊക്കെ പോയിട്ടുണ്ടോ അപ്പോഴൊക്കെ നമ്മുടെ ജനാധിപത്യ സിസ്റ്റത്തിനെയും നമ്മുടെ വോട്ടിംഗ് സിസ്റ്റത്തിനെയും നമ്മുടെ മൈനോറിറ്റിയോടുള്ള അപ്രോച്ചിനെയും ഒക്കെ തെറ്റായ രീതിയിൽ ലോകത്തിന് മുന്നിൽ പ്രസന്റ് ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ഇയാള് EVM മെഷീനെ ആക്ഷേപിക്കാത്ത ഏതെങ്കിലും അവസരമുണ്ടോ രാജ്യത്തിന് വെളിയിൽ പോയിട്ടാണ്? ഇയാൾ ഇതേ EVM വെച്ചിട്ട് ഇലക്ഷൻ നടത്തി ഇലക്ഷനിൽ കൂടെ 100 സീറ്റ് നേടിയത് വലിയ എന്തോ കാര്യമാണെന്ന് പറഞ്ഞു നടക്കുന്ന വ്യക്തിയാണ്. അതൊരു വലിയ വിജയമാണെന്ന് പറഞ്ഞു നടക്കുന്ന വ്യക്തിയാണ് രാഹുൽ ഗാന്ധി. താൻ പ്രതിപക്ഷ നേതാവായത് ഇവിടുത്തെ ജനാധിപത്യത്തിന്റെ വിജയമാണെന്ന് പറഞ്ഞു നടക്കുന്ന പാർട്ടിയാണ് രാഹുൽ ഗാന്ധി. ഇതേ രാഹുൽ ഗാന്ധി പറയുന്നു താൻ എങ്ങനെയാണോ പ്രതിപക്ഷ നേതാവായത്, താൻ എങ്ങനെയാണോ 100 സീറ്റ് നേടിയത്, ആ സിസ്റ്റം മുഴുവൻ കള്ളത്തരമാണെന്ന് രാജ്യത്തിന് വെളിയിൽ പോയി ലോകത്തിനെ തെറ്റിദ്ധരിപ്പിക്കുന്നു. ഇയാളെ വിശ്വസിക്കാൻ കൊള്ളാമോ? ഇയാൾക്ക് യാഥാർത്ഥ്യം അറിയാവുന്നതാണ്. അതുകൊണ്ട് ഈ വർഗത്തിനെ ഒരിക്കലും വിശ്വസിക്കരുത്, സൂക്ഷിക്കുക, ജാഗ്രത നല്ലതാണ്. പാകിസ്ഥാനുമായി നടന്ന ഈ യുദ്ധത്തില് നമ്മുടെ രാജ്യത്തിന് ഏറ്റവും കൂടുതൽ സഹായമായിട്ട് വന്നു ഭവിച്ചത് റഫേൽ വിമാനവും നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങിച്ച S-400 അല്ലെങ്കിൽ സുദർശന ചക്രം എന്ന് നമ്മൾ വിളിക്കുന്ന S-400 സംവിധാനവുമാണ്. ഈ റഫേലും S-400ഉം വാങ്ങിക്കാതിരിക്കുവാൻ വേണ്ടി അതിന്റെ പ്രൊക്യൂർമെന്റ് തടയാൻ വേണ്ടി രാഹുൽ ഗാന്ധി എന്തൊക്കെ ശ്രമം നാട്ടിൽ നടത്തിയത് എന്ന് നമുക്കറിയില്ലേ. അവസാനം സുപ്രീം കോടതിയിൽ വരെ പോയി. മാത്രമല്ല അതിനകത്തുള്ള ഈ അതീവ രഹസ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ഇയാൾക്ക് അറിയണം. അതെന്തുകൊണ്ട് പബ്ലിക്കിനെ അറിയിക്കുന്നില്ല? ഇതൊക്കെയാണ് ഇയാളുടെ ചോദ്യം. നിങ്ങൾ ഇയാളുടെ പഴയ വീഡിയോ ഒക്കെ എടുത്ത് വെച്ച് നോക്കാം, അപ്പൊ മനസ്സിലാവും ഇയാളുടെ ഇന്റേണൽ ഇന്റൻഷൻസ് എന്താണെന്ന്. ഇയാൾ ആക്ച്വലി ആരുടെ കൂടെയാണ്? ഈ റഫേലും S-400 ഇന്നും ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതി എന്താകുമായിരുന്നു? ഇത് ഇയാൾക്കറിയാം. ആ പ്രതിസന്ധിയെ മുഴുവൻ തരണം ചെയ്താണ് നമ്മൾ റഫേൽ വാങ്ങിയത്. ആ പ്രതിസന്ധിയെ മുഴുവൻ തരണം ചെയ്താണ് നമ്മൾ S-400 വാങ്ങിയത്. ആ പ്രതിസന്ധിയെ മുഴുവൻ തരണം ചെയ്താണ് നമ്മൾ രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള ആയുധങ്ങളും പടക്കോപ്പുകളും ഉണ്ടാക്കുന്നത്. ഇതിനെല്ലാം ഇവര് എതിരാണ്, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. രാജ്യം യുദ്ധത്തിലായിരിക്കുമ്പോൾ പല കാര്യങ്ങളും ഗവൺമെന്റ് ചെയ്യും. അതിന് ആർമി മൂവ്മെന്റ് ഉണ്ട്, ആർമി സ്ട്രാറ്റജീസ് ഉണ്ട്, അതേപോലെ നയതന്ത്ര നീക്കങ്ങൾ നടത്തും, ജനങ്ങളോട് ബ്രീഫ് ചെയ്യേണ്ടി വരും. ഇവിടൊക്കെ പ്രതിപക്ഷത്തിനും സഹായിക്കാം. നിങ്ങൾ ശശി തരൂരിനെ കണ്ടില്ലേ? അദ്ദേഹം ലോകത്തിനോട് ഭാരതത്തിനു വേണ്ടി ഈ പ്രതിസന്ധി ഘട്ടത്തിൽ അദ്ദേഹം സംസാരിക്കുന്നു. അതൊരു നയതന്ത്ര വിജയമാണ്. അദ്ദേഹം പ്രതിപക്ഷ സൈഡിൽ നിന്നുള്ളതാണ്. പക്ഷെ മറ്റാരും കാണിക്കാത്ത ഒരു മെച്യൂരിറ്റി അദ്ദേഹം ഈ സമയത്ത് കാണിക്കുന്നുണ്ട്. അതേപോലെ പ്രത്യേകിച്ചും ഈ പാകിസ്ഥാനുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുന്ന ഒരു അവസരത്തിൽ നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങൾക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികമാണ്. അത് ഉണ്ടാവാതിരിക്കുവാൻ ശ്രമിച്ച ഒരു വ്യക്തിയാണ് അസറുദ്ദീൻ ഒവൈസി. അദ്ദേഹവും ഈ അവസരത്തിൽ ഉയർന്ന ഒരു നേതാവാണ്. പക്ഷെ ഇവരാരും നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷ നേതാവല്ല. പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ നിങ്ങൾ എവിടെങ്കിലും കണ്ടോ? അയാൾ എവിടായിരുന്നു ഈ സമയത്ത്? ഏതെങ്കിലും
ഒരു അവസരത്തിൽ അയാള് പ്രത്യക്ഷപ്പെട്ടോ? എന്താണ് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയുടെ കോൺട്രിബ്യൂഷൻ? അതുകൊണ്ട് സൂക്ഷിക്കുക, ഇയാളെ വിശ്വസിക്കരുത്. ഈ യുദ്ധം ലോകത്തിനോട് വിളിച്ചു പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ചൈനീസ് ആയുധങ്ങൾ വിശ്വസനീയമല്ല എന്നുള്ളതാണത്. നേരെ മറിച്ച് നമ്മളുടെ ആയുധങ്ങൾ നോക്കൂ. അത് ആകാശ് മിസൈലാകട്ടെ, നമ്മളുടെ ഡ്രോണുകളാകട്ടെ, ഇതൊക്കെ മേക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാമിൽ ഭാരതത്തിൽ ഉണ്ടാക്കിയെടുത്തതാണ്. അതിന്റെ പെർഫോമൻസ്, അതിന്റെ ആക്യുറസി, അതിന്റെ പ്രിസിഷൻ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് കാണുന്നതാണ്. ഈ ഒരൊറ്റ യുദ്ധം കൊണ്ട് ഭാരതത്തിന്റെ ഡിഫൻസ് എക്സ്പോർട്ട് 10 മടങ്ങ് വളരുവാൻ പോവുകയാണ്. ഏതായാലും ഈ മെയ് മാസം 12-ാം തീയതി, അതായത് ഈ വരുന്ന തിങ്കളാഴ്ച, ഈ സീസ്ഫെയർ ചർച്ചകൾ ആരംഭിക്കുവാൻ പോവുകയാണ്. പാകിസ്ഥാനും ഭാരതവുമായിട്ടുള്ള സീസ്ഫെയർ ചർച്ചകൾ. അപ്പോൾ ആ ചർച്ചകൾക്ക് ശേഷം ഒരു സീസ്ഫെയർ എഗ്രിമെന്റ് 2 രാജ്യങ്ങൾക്കിടയിൽ ഒപ്പുവെക്കും. പക്ഷേ അത് എത്രമാത്രം പ്രാവർത്തികമാകും എന്ന് നമുക്കിപ്പോൾ പറയുവാൻ സാധ്യമല്ല. കാരണം we don't know with whom we should talk. We don't know who is in charge of Pakistan. Is it ISI or civilian government or army? Who is in charge? അത് അറിയാത്തിടത്തോളം കാലം we don't know with whom we should have these discussions. അതൊരു അൺഫോർച്ചുനേറ്റ് സിറ്റുവേഷൻ ആണ്. നമ്മളെ സംബന്ധിച്ച് ഇങ്ങനൊരു നെയ്ബർ, അതിർത്തി പങ്കിടുന്ന ഒരു നെയ്ബർ ഇങ്ങനെ ഉള്ളത്. എനിവേ, കാത്തിരുന്ന് കാണാം. താങ്ക് യു സോ മച്ച്. വന്ദേ മാതരം.